ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡാംസ്റ്റാഡിൽ നിന്ന് സാർബുർക്കിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഇപ്പോൾ രാവിലെ 6:45 കഴിഞ്ഞു. ഇവിടുന്ന് 7:30ക്കാണ് നമ്മുടെ ട്രെയിൻ. ആക്ച്വലി ട്രെയിനൊന്നും നോക്കാതെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ ടൈമിൽ ട്രെയിൻ ഇല്ലയെന്ന്. സോ ട്രിപ്പ് മാറ്റിയിട്ടില്ല. 7:30 ട്രെയിന് പോകും. ഇതാണ് നമ്മുടെ DB. ഇവിടെ ഒരു ട്രെയിനിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ നല്ല ഒരു DB. ഇപ്പം നമ്മൾ 7:30ക്ക് ഇവിടുന്ന് ഡാംസ്റ്റാഡ് ഹോഫ്ബാനോഫിൽ നിന്ന് ഈ ട്രിപ്പ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണിയാകുമ്പം നമ്മൾ സാർബുർഗിൽ ചെല്ലും. ഇവിടുന്ന് 7:30ക്കുള്ള ഫ്രാങ്ക്ഫുട്ട് മൈൻസ് ഹോഫ്ബാനോഫ് ട്രെയിനിൽ പോയിട്ട് നമ്മൾ മൈൻസിൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഡാംസ്റ്റാഡ് ഹോഫ്ബാനോഫ്. പന്ത്രണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്. രാവിലെ നല്ല മഴയാണ്. മഴ കാരണം ട്രെയിനുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ 7:30ക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോഴും മഴയാണെങ്കിൽ, ഇതുപോലെ നല്ല മഴയാണെങ്കിൽ ട്രെയിൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടോ, ട്രിപ്പ് കണ്ടിന്യൂ ആവുമോ എന്നൊക്കെ നോക്കാം. ഇതാ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 9 നിന്നാണ് വരുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 9. ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് മൈൻസിലേക്ക് പോവും. മഴയാണെങ്കിലും ട്രെയിനുകൾ വരുന്നുണ്ട്, അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഭാഗ്യം. സാധാരണ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇവരപ്പം, നല്ല മഴയല്ല, ഒരുമാതിരി നല്ല മഴയാണെങ്കിൽ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്യും. പിന്നെ ട്രെയിനിലൊരു എലി വന്ന് നിന്നാൽ പോലും, ട്രെയിനിലല്ല ട്രാക്കിലൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആനിമൽ ഓൺ ട്രാക്ക് എന്നും പറഞ്ഞിട്ടും ട്രെയിൻ ഡിലേ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ട്രെയിൻ വന്നിട്ടുണ്ട്. രാവിലെ മഴ നനഞ്ഞ കാരണം എനിക്ക് മൂക്കടപ്പായി, തുമ്മലൊക്കെ ആയി. അപ്പം നമ്മുടെ ട്രെയിൻ ക്യാൻസൽ ആവുമോ, പ്ലാറ്റ്ഫോം മാറ്റുമോ, നമ്മൾ സാർബുർഗിലേക്ക് പോവോ, ട്രിപ്പ് ക്യാൻസൽ ആവുമോ എന്നൊക്കെ 7:30 ആകുമ്പോൾ അറിയാം. നല്ല മഴയുണ്ട്. ഗൈസ്, ആദ്യം ഞാൻ പറഞ്ഞത് ഫ്രാങ്ക്ഫുട്ട് മൈൻസ് ട്രെയിൻ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഇവിടുന്ന് നമ്മൾ വിസ്ബാഡൻ ഹോഫ്ബാനോഫിൽ കയറി മൈൻസിൽ ഇറങ്ങും. എന്നിട്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിരിക്കുവാണ്. 7:20 ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ കയറാം. ഇവിടുന്ന് വിസ്ബാഡൻ ഹോഫ്ബാനോഫാണിത്. ഇതാ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ കൊണ്ടിരിക്കുകയാണ് മൈൻസിലേക്ക്.
അങ്ങനെ നമ്മൾ മൈൻസ് എത്തിയിരിക്കുകയാണ്. മൈൻസ് ഹോഫ്ബാനോഫ്, ഇതാണ് മൈൻസ് ഹോഫ്ബാനോഫ്. ഇവിടുന്ന് നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ച് പോകണം. നമ്മൾ വന്ന ട്രെയിനാണത്. അത് ഇതാ പോയി. Gleis 3 Einfahrt IC 26 nach Dortmund Hauptbahnhof über Köln und Düsseldorf, Abfahrt 28. Vorsicht bei der Einfahrt. ഇവിടുന്ന് ഇനിയും അടുത്ത ട്രെയിൻ വരാൻ കുറച്ച് ടൈമുണ്ട്. 8:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. 8:50 നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് മൈൻസ്. അങ്ങനെ കണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ DBൻ്റെ അകത്ത് കുറേ ഷോപ്പുകളുണ്ട്, ഒത്തിരി ഷോപ്പുകളുണ്ട്. മെഗ്ഡി, സ്റ്റാർബക്സ്, റിലേ, യോർമ, അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മളിനി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. ഇവിടെയാണ് ക്രോബാഗിൻ്റെ ഒരു ഷോ ഉണ്ട്. മഗ്ഡി ഉണ്ട്. പിന്നെന്താ ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. വിറ്റ ഹൾട്ടാന, ഇറ്റാലിയൻ ഷോപ്പാണ്. ഇവിടെ ബീഫ്, ബഫറ്റ്, ചീസൊക്കെ കൊടുക്കുന്നുണ്ട്. സോസേജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെല് ചെയ്യാൻ വേണ്ടി ഇവരിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇറ്റാലിയൻ സ്വീറ്റ്സ്. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഇറ്റാലിയൻ സ്വീറ്റ്സ്, കുക്കീസ് ഒക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം 3. ഇവിടുന്ന് 8:50 നമുക്ക് ട്രെയിൻ. ഇപ്പം 8:30. സാർബ്രൂക്കൻ ഹോഫ്ബാനോഫ്, ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഇതിൽ കയറി സാർബ്രൂക്കിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെയും 3/4 മണിക്കൂർ നമുക്ക് ട്രാവലുണ്ട്. സാർബ്രൂക്കിൽ 11 മണിയാകുമ്പോൾ ചെല്ലും. അവിടുന്ന് അടുത്ത ട്രെയിനോ ബസ്സോ എന്തോ കയറി നമ്മൾ പോകണം. അങ്ങനെ 12 മണിയാകുമ്പം നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്.
അപ്പോൾ ഗൈസ് നമുക്ക് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വന്നിട്ട് നമുക്ക് അടുത്ത അങ്ങനെ സാർബ്രൂക്കിലേക്കുള്ള നമ്മുടെ ട്രെയിൻ വന്നിരിക്കുവാണ്. നമുക്ക് അതിലേക്കോട്ട് കയറാം. അങ്ങനെ നമ്മൾ സാർബ്രൂക്ക് ഹോഫ്ബാനോഫിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പം 11:10 ഇവിടുന്ന് 9 മിനിറ്റിൽ നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം. ഇപ്പം വാ, നമുക്ക് വേഗം പോകാം. നമ്മുടെ ട്രെയിൻ ഇതാണ് നമുക്ക് അടുത്ത പോകാനുള്ള ട്രെയിന്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റോപ്പിലേക്കുള്ള ട്രെയിനിൽ നമ്മൾ കയറി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 11:15 12:06 നമ്മൾ അവിടെ എത്തും. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് സാർബുർഗാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ സാർബുർഗ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. സാർബുർഗിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടിരുന്നു. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ലൊക്കേഷൻ, എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോവാം. ഇത് സാർബുർഗിൻ്റെ ഹോഫ്ബാനോഫാണ്. കാണാൻ കൊള്ളാം. ഞാൻ ആക്ച്വലി ട്രിപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലാണ്. നല്ല ക്ലൈമറ്റാണ്. സോ അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങ് ദൂരെ ഒരു കാസിലൊക്കെ കാണുന്നുണ്ട്. ഇവിടൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ നല്ലതായിരിക്കും, കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം.
ഇതാണ് സാർബുർഗിൻ്റെ വഴിയോര പാതകൾ. ഇതിൽ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാം. ഇവിടുത്തെ ഒരു ബാനോഫിൽ നിന്ന് ഒരു 450 മീറ്റർ ഉള്ളൂ എന്നാണ് കണ്ടത്. ഹൈ റേഞ്ച് ഏരിയ, കുന്നം പ്രദേശത്താണ് നമ്മളിപ്പോൾ. നല്ല തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. സോറി, ഞാൻ വിചാരിച്ചു ഇത് ബിയർ പാർലർ ആയിരിക്കുന്നു, പക്ഷെ ഡോക്ടർ വാഗ്നറിന്റെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു അത്. ഇത് കുന്ന അല്ല, അവിടെ നല്ല കുന്നുണ്ട്, നല്ല തണുപ്പാ ഇവിടൊക്കെ. നല്ല വില്ലേജ് ഏരിയ ആണ് ഇത്. കണ്ട് ഇവിടുത്തെ വീടുകളിലൊക്കെ ഭയങ്കര പഴയ വീട് സെറ്റപ്പ്. വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഡാംസ്റ്റാഡൊക്കെ കുറച്ച് പുറത്തേക്കുള്ള സ്ഥലമായതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലം. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, വിഷ്വലി നല്ല രസമുണ്ട്. പക്ഷെ ആളും തിരക്കും ബഹളമൊന്നുമില്ല, ഭയങ്കര ശാന്തമായ സ്ഥലം. ഒരു വീട്ടിൽ ഹാലോവിൻ സെറ്റപ്പ് ഇട്ടേക്കുക, ചെറുതൊരെണ്ണോ. പക്ഷെ ഇതുവഴി പോയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. ഒക്ടോബർ വരുന്നത് കൊണ്ട് വലിയ കയറ്റമാണ് ഗായ്സ്. ഇതാ അങ്ങന്ന് കയറി ഇവിടെ വരെ എത്തി. ഇതിലും കയറ്റമുണ്ട്, താഴത്തേക്ക് വളഞ്ഞ റോഡായതുകൊണ്ട് അധികം കാണാത്തതാ. നല്ല തണുപ്പുണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള വഴികളുമാണ്. ഇനി അങ്ങ് പോണം. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇത്രയും നേരം എന്തോ വെഡ്ഡിങ് എന്തോ ആയത് കാരണം പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയണം ഗൈസ്, ഡാംസ്റ്റാഡ് പോലെയല്ല ഇത്. നല്ല ഉള്ള ഏരിയ ആയതുകൊണ്ട് ഇവിടെ കാണുന്നവരൊക്കെ ഹലോ പറയുന്നുണ്ട്. ഈ വരുന്ന വഴി കുറേ ജർമ്മൻസിനെ കണ്ടു. എല്ലാവരും ഹലോ ഹായ് പറഞ്ഞിട്ട് നല്ല കുറച്ചും കൂടെ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് പള്ളിയുടെ കുരിശടിയാന്ന് തോന്നുന്നു. കർത്താവിന് പകരം തൊപ്പി വെച്ച വേറെ ആരോ ഇവിടെ പ്രതിമ വച്ചേക്കുന്നു. എൻ്റെ കൂടെ വന്ന കുട്ടി അവിടെ 2 ജർമ്മൻസിനോട് വഴി ചോദിക്കുക. ഭാഗ്യത്തിന് അവർക്ക് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. വന്ന ഈ കയറ്റം അതേപോലെ തിരിച്ചിറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. എന്തായാലും എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ, നല്ല ക്ലൈമറ്റ്, നല്ല ആൾക്കാർ, നല്ല ചിരിച്ചൊക്കെ നിൽക്കുന്ന നല്ല ആൾക്കാർ. ചുറ്റും കുന്നുകളൊക്കെയാണ്. ഈ ഇവിടെ എല്ലാം ഇങ്ങനെ സറൗണ്ട് ചെയ്ത് മലമുകൾ. അതാ വെഡ്ഡിങ്ങിൻ്റെ മ്യൂസിക് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഭാഗ്യത്തിന് നമ്മുടെ വഴി തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു, നേരെ തന്നെയാണ്. അപ്പം നമുക്ക് പോകാം, നടന്ന് പോകാം. അപ്പൊ ഗൈസ്, ആ വെഡിങ് നടക്കുന്ന സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയോ, ആ വെഡിങ് കണ്ടോ ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലം ഫസ്റ്റ് ഇതായിരിക്കും. അതിലാണ് ബാക്കി ഫുള്ള്.